ഞാൻ നിന്റേതല്ല, ഇനി ഒരിക്കലും നിന്റേതാവത്തുമില്ല. എന്നിലൊരു പുരുഷൻ അവകാശം ഉണ്ടെങ്കിൽ അതെന്റെ ജതിൻ മാത്രമാ. അപ്പൊ ഞാൻ നിന്റെ ആരാടി? നീ അതിനെന്റെ ആരുമല്ല, ആരും. ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഭദ്ര, എനിക്ക് നിന്നെ വേണം തോന്നിയ മറ്റൊരുത്തെ ഞാൻ വിട്ടുകൊടുക്കൂല എന്നുള്ളത്. നിനക്ക് വേണമെന്ന് പറയുമ്പോ എടുത്തോണ്ട് പോവാൻ ഞാൻ പൂച്ചക്കുഞ്ഞോ പട്ടിക്കുഞ്ഞോ ഒന്നല്ല. നീ അവനെ കണ്ടിട്ടാണ് എന്റെ മുന്നിൽ കിടന്ന് തിളക്കിയെന്നെങ്കിൽ നിനക്കത് നല്ലതിനാവൂല ഭദ്ര. Can you please stop it? നീ ആരാന്ന് നിന്റെ വിചാരം? നീ എന്ത് കണ്ടിട്ടാ എന്റെ മേലെ നിനക്ക് അവകാശം ഉണ്ടെന്ന് പറയുന്നത്? ഭദ്ര, ഈ അഗ്നിദേവർമ്മ ഒന്ന് ആഗ്രഹിച്ച അതെന്ത് ചെറ്റത്രം ചെയ്തിട്ടാണെങ്കിലും ഞാൻ സ്വന്തമാക്കും. നീ ഒന്നാന്തരം ചെറ്റയാണെന്ന് എനിക്കറിയാം. അത് നീ ഇങ്ങനെ കിടന്ന് പറയേണ്ട ആവശ്യമില്ല. ഇതാണ് എനിക്ക് നിന്നിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം. എന്റെ മുന്നിൽ പതറാതെ നീ പിടിച്ചു നിൽക്കുന്നുണ്ടല്ലോ. ഞാൻ ഒരിക്കലും പതറില്ല അഗ്നി. കാരണം എന്റെ പിന്നിൽ എന്റെ ജതിനുണ്ട്. നിന്നെനിക്ക് സ്വന്തമാക്കാൻ തടസ്സം അവനാണെങ്കിൽ നാളത്തെ സൂര്യോദയം അവൻ കാണൂല ഭദ്ര. എന്താടി, നിനക്ക് ഇപ്പൊ ഒന്നും പറയാനില്ലേ? നിന്റെ നാക്കങ്ങ് ഇറങ്ങിപ്പോയോ? അഗ്നി പ്ലീസ്, അഗ്നി എന്നെ വിട്, അഗ്നി പ്ലീസ്. നിന്നങ്ങനെ വിട്ടുകളയാൻ എനിക്ക് കഴിയില്ല ഭദ്ര. അഗ്നി പ്ലീസ്, അഗ്നി എന്നെ വിട്. എനിക്ക് നിന്നെ ഇഷ്ടമല്ല. എന്നെ നീ തൊടുന്നത് പോലെ എനിക്ക് ഇഷ്ടമല്ല. അതെനിക്കറിയാം ഭദ്ര, നീ ലോകത്തെ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് എന്നെയാണെന്ന്. പിന്നെ എനിക്ക് നിന്നെ വേണമെന്ന് പറഞ്ഞതിന്റെ കാരണം നിന്നോടുള്ള പ്രേമം മൂത്തിട്ടൊന്നുമല്ല, നിന്റെ ഈ ശരീരം കണ്ടിട്ട് തന്നെയാ. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ പെണ്ണ് അത് നീയാ. നിന്റെ കണ്ണ്, ഈ മൂക്ക്, ഈ കാവിൽ, അതിനുപരി നിന്റെ ചുണ്ട്, പിന്നെ നിന്റെ കഴുത്ത്, പിന്നെ വേണ്ടെന്നോ? എന്നെ ഇത്രയും അങ്ങ് കൊതിപ്പിച്ചിട്ട് നാളെ നീ മറ്റൊരുത്തതാവല്ലേ, അതും എല്ലാ അർത്ഥത്തിലും. നിന്റെ മനസ്സിൽ എനിക്ക് ഒരിക്കലും സ്ഥാനമുണ്ടല്ല, എനിക്കറിയാൻ പറ്റാ. പക്ഷെ നിന്റെ ഈ ശരീരം, അവിടെ എനിക്ക് മാത്രമേ സ്ഥാനമുള്ളൂ. നീ ആരാണ് നിന്റെ വിചാരം? പറ, നീ ആരാണ് നിന്റെ വിചാരം? നിന്നെ പോലത്തെ ഒരു വൃത്തികെട്ടവനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഭദ്ര, നീ വിചാരിച്ചതിനേക്കാളും വൃത്തികെട്ടവനെ. പിന്നെ ഇപ്പൊ നിന്റെ മുന്നിൽ നിന്ന് ഇത്രയും കാട്ടിക്കൂട്ടി പറയാൻ പറ്റുമെങ്കിൽ എനിക്ക് എത്രത്തോളം പോവാൻ പറ്റുമെന്ന് എനിക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. പ്ലീസ് അഗ്നി, ഞാൻ എന്റെ കാല് പിടിക്കാം. ദയവ് ചെയ്തൊന്ന് പോ, എന്നൊന്ന് വിട് അഗ്നി. ഇല്ലടി പുല്ലേ, നിന്നെ അങ്ങനെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. നീ എന്റേതാ. എന്റേതെന്ന് വെച്ചാ എന്റേത് മാത്രം. പിന്നെ നിന്റെ മേൽ അവനുണ്ടല്ലോ, നിന്റെ മറ്റവൻ, അവൻ ഒരു അവകാശവും ഇല്ല. ഇതിനു മാത്രം എന്ത് തെറ്റാ ഞാൻ നിന്റെ അടുത്ത് ചെയ്തത്? നീ എന്റെ മുന്നിൽ വന്നു, നിന്റെ ഈ ശരീരം അത് ഞാൻ കണ്ടു. പിന്നെ നിന്നെ കാണാൻ വേണ്ടി മാത്രം എത്രയോ രാത്രികൾ ഈ വീടിന്റെ മതില് ചാടി വന്നൊരു ചരിത്രം എനിക്കുണ്ട്. അന്നൊക്കെ എനിക്ക് നിന്നൊന്ന് കണ്ടാ മതിയായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഭദ്ര. എനിക്കറിയാം നിന്നെ, എന്നെ ഇങ്ങനെ കൊതിപ്പിച്ച് നിർത്തിയ ഈ ശരീരം അതെനിക്കറിയ തന്നെ വേണം. എടാ അജു, നീ അപ്പൂനെ കണ്ടോ? ഇല്ല ചേട്ടാ, ഞാൻ അവനെ തന്നെ നോക്കുന്നു. കുറെ നേരമായി. ഈ ചേട്ടൻ എവിടെ പോയി ഒരു പിടുത്തവും കിട്ടുന്നില്ല. അവന്റെ പെരുമാറ്റത്തിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതെന്തോ എനിക്ക് അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. ചേട്ടാ, അവൻ മദ്യപിക്കുക മാത്രമല്ല ചെയ്തത്, എനിക്ക് അവന്റെ റൂമിൽ നിന്ന് കിട്ടിയ സാധനം. അജു, നീ എന്താ ഈ പറഞ്ഞു വരുന്നത്? ചേട്ടാ, ഞാൻ പറയുന്നത് സത്യവാ. അവന്റെ റൂമിൽ ഞാനൊരു സിറിഞ്ച് കണ്ടുകൊണ്ടാണ് ഞാൻ അവനെ തെരഞ്ഞു നടക്കുന്നതിന് മെയിൻ കാരണം. ഒന്ന് മാറി നിൽക്ക് അഗ്നി. നിന്റെ അടുത്ത് എത്ര പ്രാവശ്യം പറയണോ? ഈ പറയുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. പരിധിയോ? നിന്റെ മുന്നിൽ എനിക്ക് ഒരു പരിധിയില്ല. ഞാൻ നിന്റെ തന്നെയാണ്. നീ എന്റെ തന്നെ ഭദ്ര. എന്റേത് മാത്രമല്ലേ? നീ ഇത് എന്തൊക്കെയാ വിളിച്ച് പറയുന്നത്? എന്റെ പൊന്നഗ്നി, ആരെങ്കിലും കണ്ട വലിയ പ്രശ്നം, ഒന്ന് ഇറങ്ങി പോകുന്നുണ്ട്. നീ കണ്ടോട്ടെ, പ്രശ്നമാവണല്ലോ. അതിന് വേണ്ടിട്ടല്ലേ ഞാൻ ഇങ്ങോട്ട് കേറി വന്നത് എന്റെ ഭദ്ര. അഗ്നി പ്ലീസ്, ഇറങ്ങി പോവാനല്ലേ ഞാൻ പറഞ്ഞേ. നീ പറയുമ്പോഴത്തേക്ക് അങ്ങ് ഇറങ്ങി പോവാൻ ഞാൻ നിന്റെ മറ്റവനല്ല. എന്നെ ഇത്രയും അങ്ങ് കൊതിപ്പിച്ചിട്ട്
നാളെ നീ മറ്റൊരുത്തൻ്റെ ആവണത് ഞാൻ കൈയും കെട്ടി നോക്കി നിൽക്കുന്നത് നിനക്ക് തോന്നുന്നുണ്ടോ ഭദ്ര? ഭദ്ര, നിനക്കൊരു കാര്യം അറിയോ? അന്ന് നമ്മൾ ആക്സിഡന്റലി ഒരു കിസ് ചെയ്തില്ലായിരുന്നു. അന്ന് നിന്റെ ലിപ്സിന്റെ സോഫ്റ്റ്നെസ് എന്താന്ന് ഞാൻ അറിഞ്ഞു. പിന്നെ ഞാൻ നിന്നെ ഫോഴ്സ് ചെയ്തൊരു വർഷം കിസ് ചെയ്തില്ല. അന്ന് ഞാൻ അതിന്റെ സീരിയസ്നെസ് അറിഞ്ഞു. Now I want to know in deeply. അഗ്നി വേണ്ട, പ്ലീസ് വേണ്ട അഗ്നി, എൻ്റെ അടുത്ത് വരരുത് പ്ലീസ്. ഞാൻ നിന്നെ ഫോഴ്സ് ചെയ്യില്ല ഭദ്ര, പക്ഷെ എനിക്കത് വേണം. എടാ അഗ്നി, രേഷ്മ, എടി കരയല്ലേ, പോട്ടെ സാരമില്ല. ഡോ, താൻ തന്നെ ഫ്രണ്ടിനൊന്ന് വിളിച്ചിറക്കി കൊണ്ടുപോകും. നിർത്തടി പുല്ലേ, നീ ആരാന്നാടി നിന്റെ വിചാരം? ഞാൻ എന്റെ ഭദ്രയെ തൊട്ടത്. അവക്കില്ലാത്ത പ്രശ്നം നീ ഉണ്ടാക്കാൻ നിൽക്കണ്ട കേട്ടോ. ആരോടോ പറഞ്ഞ അവക്ക് പ്രശ്നമില്ല എന്നുള്ളത്? അവൾ നിന്റേതല്ല, വേറൊരുത്തേണ്ടതാ. നീ ഈ കാട്ടിക്കൂടുന്നൊക്കെ നല്ല കാര്യങ്ങളാണോ? എടാ അജു, ഇവളെന്റെ മുന്നിൽ വിളിച്ച് മാറ്റിക്കോ. എത്ര ധൈര്യം ഉണ്ടെങ്കിലാടാ ഇവള് വേറൊരുത്തേണ്ടതാന്ന് പറയാ. ഭദ്ര എന്റേതാന്ന് പറഞ്ഞു കൊടുക്കടാ. എന്റെ പൊന്നഗ്നി, നീ എന്റെ കൂടെ ഒന്ന് വാ. എടി അമ്മ, നീ കരയല്ലേ. ഇങ്ങനെ കരഞ്ഞോണ്ട് ഒന്നും കിട്ടാനില്ല. നീ വാ, നമുക്കിത് എല്ലാവരുടെ അടുത്തും പോയി പറയാ. അതാ നല്ലത്. രേഷ്മ, എനിക്ക് ഒട്ടും വയ്യടി. എനിക്കൂടെ സഹിക്കാൻ പറ്റുന്നില്ല. പറഞ്ഞുകൊണ്ടിരിക്കുന്നിടയിൽ ഭദ്ര പെട്ടെന്ന് തല കറങ്ങി വീണു. രേഷ്മ അവളെ താങ്ങി ബെഡിലേക്ക് കിടത്തി. ഇവളിതെന്തേ ഫോൺ എടുക്കാത്തത്? എന്റെ പൊന്നമ്മു, നീ ഇത് എവിടെ പോയി കിടക്കുക? ഹലോ ഹലോ അമ്മു, നീ ഇത് എവിടെയാ? അവളോട് വരാൻ പറയാൻ നീ ഏതാടാ? ഹലോ ഹലോ ഇതാരാ? ഹലോ, ഇതെല്ലടാ നാറി, ഞാൻ അങ്ങോട്ട് ചോദിച്ചു. നീ പറ, നീ ആരാ? എന്റെ പേര് ജെതി. ഇതെന്റെ അമ്മൂന്റെ ഫോണല്ലേ? ഇതെങ്ങനെ നിങ്ങളുടെ കയ്യിലെത്തി? നിങ്ങൾ ആരാ? ഈ നേരത്ത് നീ പറഞ്ഞ പെണ്ണിന്റെ ഫോൺ എന്റെ കയ്യിലുണ്ടെങ്കിൽ അവൾ എന്റെ കൂടെ ആണെന്നുള്ളത് ഊഹിക്കാൻ കയ്യിലടച്ചേറ്റേ നിനക്ക്. താൻ അമ്മൂന്റെ കയ്യിൽ ഫോൺ കൊടുക്ക്. സൗകര്യമില്ല. എന്തേ? ഡോ, താൻ എന്റെ ക്ഷമ വെച്ച് കളിക്കരുത്. അമ്മൂന്റെ കയ്യിൽ ഫോൺ കൊടുക്കാനാ പറഞ്ഞത്. കൊടുക്കണോ വേണ്ടെന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാ. പിന്നെ ഈ നേരത്തെ എന്റെ പെണ്ണിനെ വിളിക്കാൻ നീ ഏതാടാ? നിന്റെ പെണ്ണോ? അവളെന്നാടാ നിന്റേതായത്? അപ്പുവിന്റെ സംസാരം പരിധി കിടക്കുന്നെന്ന് മനസ്സിലാക്കിയപ്പോ അജു അവന്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ചു. ദൈവമേ, ജെതിനോ? അപ്പൊ ഈ ഫോൺ ഭദ്രയുടേതാണോ? എടാ നാറി, നീ എന്തിനാ ഫോൺ കട്ട് ചെയ്തത്? ദേ അപ്പു, എന്റെ വായിരിക്കണ കേക്കാൻ നിൽക്കണ്ട. അപ്പു, അജു, എനിക്ക് അവളെ വേണം. അവളെ നഷ്ടപ്പെടുത്താൻ എനിക്ക് കഴിയില്ല. നീ ആരെ വേണം നീ പറയുന്നത്? ഭദ്ര, എനിക്ക് എന്റെ ഭദ്രയെ വേണം. നിന്റെ ഭദ്രയോ? അതെപ്പോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. അവൾ എന്റേതാ. ഈ അഗ്നിദേവിന്റെ പെണ്ണാണ് അവൾ. അപ്പു, ചുമ്മാ കളിക്കല്ലേ. നീ എന്ത് കേട്ടിട്ട് അവൾ നിന്റേതാണെന്ന് പറയുന്നത്? നിനക്ക് അവളോട് എന്ത് ടൈപ്പ് ഫീലിങ്സ് ഉള്ളത്? അതെനിക്കറിയില്ലടാ, സത്യമായിട്ട് എനിക്കറിയില്ല. പക്ഷെ അവള് നഷ്ടപ്പെടുന്നത് ആലോചിക്കുമ്പോ എന്റെ നെഞ്ചു കിടന്ന് പെടയാടാ. അപ്പോ നീ ഒരു കാര്യം മനസ്സിലാക്കുക, അവള് നിന്റേതല്ല. ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞു അജു, അവൾ എന്റേതാണെന്ന്, എന്റെ പെണ്ണാണെന്ന്. അവളിൽ ഒരു പുരുഷൻ അവകാശമുണ്ടെങ്കിൽ അത് ഈ അഗ്നിദേവിനായിരിക്കും. ഞാനല്ലാതെ വേറൊരുത്തനും അവളെ നോക്കുന്ന പോലും എനിക്കിഷ്ടമല്ല. ഇത്രത്തോളം അവളെ നീ ഒബ്സൈഡായിട്ട് നടക്കുക. അവൾ നിന്റെ ആരാണോ? ഷീസ് മൈ എവറിത്തിങ്. എനിക്ക് വേണം അവളെ.
അവളെ നഷ്ടപ്പെടുത്താൻ എന്നെ കൊണ്ട് കഴിയില്ല. അപ്പു നീ ഇത് എന്തേ പറയുന്നത്? അതേടാ, ഇത്രയും ദിവസം അവളുടെ അടുത്ത് എന്ത് ഫീലിങ്സ് ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഇന്നൊരൊറ്റ ദിവസം കൊണ്ട് ഞാൻ മനസ്സിലാക്കി എനിക്ക് എനിക്ക് അവളോട് തോന്നിയ ഫീലിങ്സ് അതൊരിക്കലും ഒരു അട്രാക്ഷൻ അല്ല, അവളുടെ ശരീരത്തോട് തോന്നിയൊരു ഭ്രമവും അല്ല. ധീം താനനനനം 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 ധീം താനനനനം 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 രഥധാമമാപരാജിത ദുരാവഹ പ്രണവാത്മിക അധികസ്വരാദ്യുതിശാരദ നമോസ്തുതേ ശ്യാമാംബരം മുഖസാഗരം തുളസീദളം അതിസുന്ദരം കനകാസുഖം നാരീവരം ശുഭദം മാംഗല്യം തന്തുനാനേന മാംഗല്യം മമ ജീവന ഹേതുന മാംഗല്യം തന്തുനാനേന മാംഗല്യം മമ ജീവന ഹേതുന. മോനെ, മുഹൂർത്തമായി. വധുവിനെ വിളിച്ചിട്ട് വായോ. എടാ അബി, ഒന്ന് നിന്നേ. എന്താടാ? എടാ, ഒരു ചെറിയ പ്രശ്നമുണ്ടടാ. എന്റെ പൊന്നു മോനെ, ഇനി ഒരു പുതിയ വള്ളിക്കേസ് എന്റെ തലയിൽ കൊണ്ട് വെക്കല്ലേ. മുഹൂർത്ത സമയമായി, എനിക്ക് പോയി ചേച്ചിനെ വിളിക്കാനുള്ളതാ. എന്നാ ശരിയേ? ഓ, ഇവനെ കൊണ്ട്. എടാ അബി, ജെതിന്റെ വീട്ടിൽ ഇതുവരെ എത്തിയിട്ടില്ല. എന്താ? എടാ, ജെതിൻ ഇന്നലെ രാത്രി തൊട്ട് മിസ്സിംഗ് ആ. എടാ രാഹുൽ, നീ ഇത് എന്താ പറയുന്നത്? ഞാൻ പറഞ്ഞു തരാം, നീ ഒന്ന് വന്നേ. ഏട്ടാ, മോൾ എത്ര നേരമായിട്ട് കാണുന്നില്ലല്ലോ. ഇവരാരും തന്നെ ഇവിടെ ഇല്ല. ഏട്ടൊന്ന് വന്നേ. എടാ വിഷ്ണു, എന്താ ഇവിടെ നടക്കുന്നത്? അച്ചു, കണ്ടിട്ട് എന്തോ പ്രശ്നമുണ്ട് തോന്നുന്നു. നീ വാ, നമുക്ക് അവരുടെ കൂടെ ഒന്ന് പോയി നോക്കാം. അയ്യോ ഏട്ടാ, നമ്മളിനി എന്താ ചെയ്യാ? ഇത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ച് എന്റെ മോള്. എനിക്കറിയില്ലേടി എന്താ ചെയ്യാന്ന്. എന്റെ മോളെടുത്ത് ഞാനിത് എങ്ങനെയാ പറയുക? ആനന്ദേട്ടാ, മുഹൂർത്തായി. നിങ്ങൾ മണ്ഡപത്തിലേക്ക് വരുന്നില്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് എന്താ പറ്റേ? ഉഷേച്ചി, നിങ്ങൾ എന്തിനാ കരയുന്നത്? അച്ഛാ, എന്തു പറ്റി? ജെതിൻ ജെതിൻ എന്തു പറ്റി? ചേട്ടാ, ഇന്നലെ രാത്രി തൊട്ട് ജെതിൻ മിസ്സിംഗ്. അവനെ തെരഞ്ഞ് അവന്റെ 3 ഫ്രണ്ട്സിനെ നോക്കിയെന്ന് വന്നിട്ടുണ്ടായിരുന്നു. അവര് മിസ്സിംഗ്. നിങ്ങളിപ്പോ എന്താ പറഞ്ഞേ? അത് മോളെ, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? പറ, നിങ്ങളിപ്പോ എന്താ പറഞ്ഞേ? അയ്യോ എന്റെ മോള്. ഏട്ടോ, പക്ഷേ ഇനി ഇങ്ങനെ ടെൻഷൻ ആവല്ലേ. നമുക്ക് അവിടുത്തെ കാര്യം പറഞ്ഞേ പറ്റൂ. അമ്മോ, ഇന്നലെ രാത്രി തൊട്ട് ചേച്ചി മിസ്സിംഗ്. എന്താ ചേച്ചി പറയുന്നത്? അവരിന്നലെ രാത്രി കൂടെ വിളിച്ചിട്ടുള്ളൂ. എന്റെ അടുത്ത് എന്നെ കാണാൻ വരുമെന്ന് പറഞ്ഞിരുന്നു. അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അവൻ വീട്ടിലെത്തിയിട്ടില്ല ഇത്രയും നേരമായിട്ടും. നിങ്ങൾ എല്ലാവരും എന്തായി പറയുന്നത്? അവരെവിടെ പോവാനാ? അവരിപ്പോ വരും. അമ്മു, ആ ചേട്ടാ, ഇവരുടെ അടുത്തൊന്ന് പറ. അവരിപ്പോ വരും. അവരങ്ങനെ ഇനി ഒറ്റയ്ക്ക് പോകാനൊന്നും പറ്റത്തില്ല. അവരിപ്പോ വരും. നിങ്ങളെല്ലാരും ഇവിടെ നിൽക്കുകയാണോ? ഇതേ മുഹൂർത്തായെന്ന് പറഞ്ഞ് നമ്പൂരി എന്നെ കൂടെ പറഞ്ഞയച്ചത്. ചേട്ടാ, നിങ്ങളൊന്ന് വരുന്നുണ്ടോ? ചേട്ടാ, എന്തു പറ്റി? എടാ അപ്പു, ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താ ചേട്ടാ?
എന്തു പറ്റി? ജിതിൻ ഇതുവരെ എത്തിയിട്ടില്ല. അവൻ ഇന്നലെ തൊട്ട് മിസ്സിംഗാ. എന്താ ചേട്ടാ നിങ്ങൾ ഈ പറയുന്നത്? അവനെവിടെ പോവാനാ? അമ്മ, ഇനി അവനൊന്ന് നോക്കിയേ. അവന്റെ ഈ ഓവർ ആക്ടിങ് കണ്ടിട്ട് എനിക്കൊരു സംശയം. ഇനി അവനെങ്ങാനും ജതിനെ നിന്നെ എനിക്ക് സ്വന്തമാക്കാൻ തടസ്സം അവനാണെങ്കിൽ നാളത്തെ സൂര്യോദയം അവൻ കാണൂല ഭദ്ര. അഗ്നി, ജതിനെന്തേ? എന്താ നിന്നോട് അഗ്നി ചോദിച്ചത്? ജതിൻ എവിടെ? ഭദ്ര, നീ ഇത് എന്തൊക്കെയാ പറയുന്നത്? അഗ്നി, ചുമ്മാ കളിക്കല്ലേ. എനിക്ക് അവനില്ലാതെ പറ്റില്ലടാ. പറ, അവനെന്ത്? നീ അവനെന്താ ചെയ്തത്? എടോ, താനിതെന്താ വിളിച്ചു പറയുന്നത്? ഞാൻ അവരെ എന്ത് ചെയ്യാനാ? മതി അഗ്നി, നിർത്തിക്കൂ നിന്റെ അഭിനയം. നീ ആരെ ബോധിപ്പിക്കാനായി അഭിനയിക്കുന്നത് എനിക്കറിയില്ല. പക്ഷെ എന്റെ ജതിൻ, അവൻ ഇപ്പൊ ഇവിടെ എത്തണം. നീ അല്ലാതെ വേറെ ഒരുത്തിനും അവനിവിടുന്ന് മാറ്റില്ലെന്ന് എനിക്കറിയാം. എന്റെ പൊന്നു ഭദ്ര, എനിക്കറിയില്ല. ഞാൻ അവരെ കണ്ടിട്ട് തന്നെ ഇല്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ഡോ, താനത്ര നല്ല പിള്ളൊന്നും ചമയണ്ട. താൻ ഇന്നലെ പറഞ്ഞു കൂട്ടിയത് എന്തൊക്കെയാന്നുള്ളത് വ്യക്തമായിട്ട് ഞാൻ അറിഞ്ഞതാ. എടാ അപ്പു, ചുമ്മാ കളിക്കല്ലേ. ആ ചെക്കനെ നീയാണ് ഇവിടുന്ന് മാറ്റിയെങ്കിൽ അവൻ എവിടെയെന്ന് വെച്ച് അവനെ കൊണ്ട് കൂട്ടി പോര്. എന്റെ പൊന്നജു, ഞാനല്ല. ഞാൻ അവരിതുവരെ കണ്ടിട്ട് പോലുമില്ല. മക്കളെ, നിങ്ങൾ എന്തീ പറയുന്നത്? ഇവൻ എന്ത് ചെയ്തെന്നാ നിങ്ങൾ ഈ പറയുന്നത്? പെണ്ണെ, നിനക്ക് അറിയാത്ത കാര്യത്തിനെ കുറിച്ച് ഇന്ന് സംസാരിക്കാൻ നിൽക്കരുത്. ഇവിടെ നിൽക്കുന്ന ആർക്കും ഒന്നും അറിയില്ല അഗ്നി. എല്ലാം അറിയുന്നത് എനിക്ക് മാത്രമാ. അഗ്നി, ഞാൻ നിന്റെ കാല് പിടിക്കാം. ചെയ്തിനെന്ത്? പ്ലീസ് ഒന്ന് പറ. ഭദ്ര, എനിക്കറിയില്ല അവൻ എവിടെയാണെന്നുള്ളത്. അപ്പോ ഇവരെന്തീ പറയുന്നത്? അത് പിന്നെ ചേട്ടാ, അവര് നിങ്ങൾ ആരും എത്ര ചോദിച്ചാലും അവൻ പറയില്ല. അവൻ പറയത്തില്ല. ഞാൻ പറഞ്ഞു തരാം എന്താ സംഭവിച്ചതെന്നുള്ളത്. എടോ, ഇന്നലെ നടന്ന കാര്യം എടോ, അത് ഞാൻ മദ്യത്തിനെ ഓർത്ത് പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ ഞാൻ ആ ചെക്കനൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ മദ്യവെച്ചതുകൊണ്ടാണ് താൻ അങ്ങനെയൊക്കെ പറഞ്ഞത്, ഇവിടത്ത് ഇങ്ങനെയൊക്കെ ചെയ്തത് അല്ലേ? അപ്പൊ എൻഗേജ്മെന്റ് ആണ് താൻ ഇവിടെ കിസ് ചെയ്തതോ? എടാ നാറി, നീ എന്റെ പെങ്ങളെ. അപ്പോ ഈ പറഞ്ഞതൊക്കെ സത്യമാണോ? ഏട്ടത്തി, ഞാൻ ആണോ അല്ലയോ എനിക്കത് മാത്രം അറിഞ്ഞാ മതി. അതെ. ലക്ഷ്മി, എന്താ? എന്താണ്? അമ്മയ്ക്ക് വർമ്മയ്ക്ക് ഇപ്പൊ ഒന്നും പറയാനില്ലേ? അനിയനെ കുറിച്ച് പറയുമ്പോ 100 നാവാണല്ലോ. ഇപ്പൊ ഒന്നും പറയാനില്ലേ? എനിക്കറിയാം നിങ്ങൾക്കൊന്നും പറയാനുണ്ടാവില്ല എന്നുള്ളത്. എങ്ങനെ പറയാനാ? അത്രയും ദൂരം വർണ്ണനയില്ലായിരുന്നോ സ്വന്തം സഹോദരനെ കുറിച്ചിട്ട്? എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഇപ്പൊ ഇറങ്ങിക്കോണേ വീട്ടിൽ നിന്ന്. മോളെ അക്കു, ഇതിനും കൂടുതലൊന്നും എനിക്ക് പറയാനില്ല അച്ഛാ. എന്റെ അനിയത്തിയുടെ ജീവിതം തുറച്ച വീട്ടിലേക്ക് എനിക്ക് പോവണ്ട. വേണ്ട അച്ഛാ, ഇനി ഇങ്ങനൊരു ബന്ധം നമുക്ക് വേണ്ട. ലക്ഷ്മി, ഞാൻ പറയണമെന്ന് കേക്ക് പ്ലീസ്. ഞാൻ പറയണമെന്ന് കേക്കടേ. വേണ്ട, എനിക്കൊന്നും കേക്കണ്ട. എന്റെ അനിയൻ എന്റെ അനിയത്തെ വേദനിപ്പിച്ചത് എന്റെ പേരില. ഈ ഇത് ശരിയാവില്ല. ദയവ് ചെയ്ത് നിങ്ങളൊന്നും ഇവിടുന്ന് പോയി തരൂ. ഇപ്പൊ നിനക്ക് സമാധാനമായ അഗ്നി? അച്ഛ, ഞാൻ അത് മിണ്ടരുത് നീ. നീ കാരണം എന്റെ അച്ചു അവന്റെ ജീവിതം. അപ്പോ ഞാൻ നിന്റെ അടുത്ത് എന്ന് തെറ്റാടാ ചെയ്തത്? നിന്റെ എല്ലാ ഇഷ്ടത്തിനും കൂടെ നിന്നതാണോ ഞാൻ ചെയ്ത തെറ്റ്? ചേട്ടാ, ഞാൻ പറയണത് സത്യമാ. എനിക്കറിയില്ല ജതിൻ എവിടെയാണെന്നുള്ളത്. മതി നീ നിർത്ത്. നീ ഇനി ആരെ ബോധിപ്പിക്കാൻ ഇവിടെ കിടന്ന് കരയുന്നത്? ആനന്ദേട്ടാ, എന്റെ മോൻ ചെയ്ത തെറ്റിന് എങ്ങനെ നിങ്ങളോട് മാപ്പ് പറയണമെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ മുന്നിൽ ഞാൻ കൈ കൂപ്പി പറയൂ. എന്റെ അച്ഛൻ അവൻ
സ്നേഹിക്കുന്നുണ്ട്. ലക്ഷ്മി, ഞാനൊന്ന് പറയട്ടെ പ്ലീസ്, നീ ഒന്ന് ഞാൻ പറയുന്നത് കേക്ക്. ഇത് ശരിയാവില്ല, ഇതൊരിക്കലും ഇനി ശരിയാവില്ല. ഇതിവിടെ വെച്ച് നിർത്തുന്നത് എല്ലാവർക്കും നല്ലത്. ലക്ഷ്മി, നീ അങ്ങോട്ട് പറയല്ലേ, എനിക്ക് നീ ഇല്ലാതെ പറ്റില്ലടി. പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? പറ ദേവേട്ട, ഞാൻ എന്താ ചെയ്യണ്ടേ? എന്റെ അമ്മ, അവൾ എനിക്ക് എന്റെ അനിയത്തിയല്ല, എന്റെ മോളാണ് അവള്. എന്റെ പേരും പറഞ്ഞ് നിങ്ങളുടെ അനിയൻ എന്റെ അനിയത്തിയുടെ അടുത്ത് എന്തൊക്കെയാ ചെയ്തത്? എടാ അജു, ഈ സ്ഥലം എവിടെയാ ഒന്ന് പറ. കുറെ നേരം ഞങ്ങൾ ഈ ജംഗ്ഷനിൽ കിടന്ന് ഈ വട്ടം കറങ്ങുന്നു. എടാ, ഞാൻ നിനക്ക് ലൊക്കേഷൻ അയച്ചിട്ടുണ്ട്, നീ അത് നോക്കി ഇങ്ങ് വാ. അളിയ, ഞങ്ങളെത്തി. ഓ, ഇപ്പോഴാണ് രണ്ടിനും കെട്ടി എഴുന്നള്ളാൻ തോന്നിയത്? എന്ത് ചെയ്യാനാണോ, ഭയങ്കര ബ്ലോക്കായിരുന്നു, അത് അത്ര നേരം വൈകിയത്. നീ വാ, നമുക്ക് ചോറുന്നുണ്ടേ. താലികെട്ട് നടന്നിട്ട് പോരെ വല്ലതും കഴിക്കുന്ന കാര്യത്തിനെ കുറിച്ച് ചിന്തിക്കാൻ? അതെന്താ ബ്രോ അങ്ങനെ ഒരു ടോക്ക്? പാലക്കാട് വന്നൊരു സദ്യ കഴിക്കാൻ വേണ്ടി രാവിലെ വെറും വയറ്റിലാണ് ഞാൻ അങ്ങ് പോകുന്നത്. അപ്പൊ നീ കല്യാണം കൂടാൻ വന്നതല്ലേ? നമ്മുടെ അച്ഛൻ്റെ കല്യാണമല്ലേ, അത് ഇതിനേക്കാളും അടിപൊളി പരിപാടിയായും അവിടെ. അപ്പൊ നമുക്ക് ഇവിടുത്തെ പരിപാടിക്ക് വലിയ ഇമ്പോർട്ടന്റ് ഇല്ല. ഓക്കെ, ഈ നാരയ്ക്ക് ഒരു മാറ്റവും ഇല്ലല്ലോ. 24 മണിക്കൂർ ഫുഡ് എന്ന് ചിന്ത മാത്രമേ ഉള്ളൂ. എടാ അജു, നീ വിളിച്ചപ്പോ എന്തൊരു പ്രശ്നത്തെ കുറിച്ച് പറഞ്ഞല്ലോ, എന്തായി? എല്ലാം സോൾവ് ആയോ? എന്റെ പൊന്നെ, ഒന്ന് ഓർമ്മിപ്പിക്കല്ലേ, എല്ലാം ഒന്ന് പറഞ്ഞ് റെഡിയാക്കാൻ കുറച്ച് ടൈം എടുത്തണം. നിങ്ങൾ വാ. എടാ അളിയ, ഒരാളെ പോലെ 7 പേരുണ്ടാവും പറയുന്നത് എന്ത് സത്യാന്നറിയോ? അതെന്താടാ, നീ നിന്റെ അപ്പനെ പോലത്തെ ഒന്നിനെ അവിടെ വെച്ച് കണ്ടോ? എന്റെ പൊന്നളിയ, കരുതാതെ വെച്ച് അങ്ങനൊന്നും പറയല്ലേ. ഇല്ലതിനെ കൊണ്ട് മനുഷ്യന് സമാധാനമില്ല. ഇനി അതിന്റെ പോലത്തെ ഒരു 3-4 വർഷം കൂടെ ഉണ്ടെന്ന് പറഞ്ഞ തൂങ്ങി ചാവുന്നതാ നല്ലത്. പിന്നെ നീ ഇത് ആരെ കാര്യ പറഞ്ഞത്? നീ ആ മണ്ഡപത്തിലേക്ക് നോക്ക്, നമ്മുടെ അച്ചേട്ടന്റെ അടുത്ത് അപ്പുനെ പോലെ തോന്നിക്കുന്ന ഒരുത്തിനെ കണ്ടോ? അപ്പുവോ? ഇമ്പോസിബിൾ. എടാ, അത് അപ്പുനെ പോലെ ഒരുത്തനല്ല, അത് അപ്പു ആണ്. നീ ഒന്ന് നോക്കിയേ. മുഹൂർത്തം കയ്യാറായി, മക്കളെ താലി കെട്ടിക്കോളൂ.
അങ്കിളെ, അപ്പോ ഭദ്ര ഇതെന്താ ഇങ്ങനെ? പിന്നെ ഞാൻ എന്താ അത് ചെയ്യേണ്ടി? അവൻ ചെയ്ത തെറ്റിന് ഇവരടുത്ത് ഞാൻ എങ്ങനെ പ്രായച്ചിത്തം ചെയ്യാനാ? അമ്മ പോട്ടെ. പോയിട്ട് വരാന്ന് പറ മോളെ. ചേച്ചി മോളെ, അമ്മു വേണ്ട അച്ഛൻ. അച്ഛൻ പറയാൻ പോകുന്നത് എന്താന്ന് എനിക്കറിയാം. മക്കളെ വാ, നമുക്ക് ഇറങ്ങാം. അതെ, ഞാൻ എടാ ചെറ്റേ, നിന്റെ തന്ത കരഞ്ഞ് കാല് പിടിച്ചിട്ടാ എന്റെ പെങ്ങളെ തലയിൽ നിന്നെ ഞാൻ കെട്ടിവെച്ചത്. ഇനി ഇതിന്റെ ബാക്കി എങ്ങാനും നീ അവളുടെ നെഞ്ചത്ത് തീർക്കാന്ന് തീരുമാനിച്ചാ പൊന്നുമോനി അഭിഷേകിനെ തികച്ചങ്ങ് അറിയും. എന്നാ അഭിഷേക് കാത് തുറന്നു കേട്ടോ. ഒരവകാശവും ഇല്ലാതെ അവളുടെ ദേഹത്ത് എന്റെ കൈ തൊട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അവളെന്റെ ഭാര്യ. അപ്പൊ ഞാൻ എന്തൊക്കെ ചെയ്യുന്നു നിനക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. നിന്റെ മോനെ, നിന്റെ കയ്യങ്ങാൻ എന്റെ പെങ്ങളെ ദേഹത്ത് തൊട്ടാ. അതെന്ത് വർത്താനോ അളിയ? എന്റെ ഭാര്യയെ തൊടണ്ടെന്നൊക്കെ പറഞ്ഞ അളിയനൊരു മാമനൊക്കെ ആവണ്ടേ? അഗ്നി വാ പോവാ. എടാ അഭി ചേട്ടാ, എനിക്ക് നിങ്ങളടുത്ത് എന്ത് പറയണമെന്ന് അറിഞ്ഞൂടാ. എന്റെ അക്കു ചേച്ചി സേഫാ, നിങ്ങളെ കൂടെ അല്ലേ? നിങ്ങൾ പൊന്നുപോലെ നോക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ എന്റെ അമ്മ, ചേട്ടാ ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങളൊരാളെ വിശ്വാസത്തിൽ പുറത്താ ഞാൻ അവളെ അങ്ങോട്ട് വിടുന്നത്. നോക്കിക്കോണം ചേട്ടാ അവളെ. അവളെന്റെ അനിയത്തില്ലടാ, ഞാൻ നോക്കിക്കോളാം. ഹലോ ഗായ്സ്, നിങ്ങളിതൊക്കെ എപ്പോ എത്തി? പിന്നെ എന്റെ കല്യാണം കഴിഞ്ഞതൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ, കണ്ടിരുന്നു താലി കെട്ടുന്നൊക്കെ. എടാ ജീവ, അജു പറഞ്ഞ പോലെ ഇത് ശരിക്കൊരു സൈക്കോ തന്നെയാണോ? അതത് അവന്റെ 10ാമത്തെ വയസ്സ് തെളിയിച്ചതാ. എന്നാ പിന്നെ നിങ്ങൾ നേരെ വീട്ടിലേക്ക് പോയോ, ഞാൻ എന്റെ ഭാര്യ ഒന്ന് പോയി കാണട്ടെ.